എല്ലാവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു പോമാണ് കേട്ടോ. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ എന്നാണ്. പോം തുടങ്ങുന്നതിന് മുൻപായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് നോക്കാം. വി ഹാവ് റെഡ് ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഈ പോയത്തിന് മുന്നേ ഉള്ള സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള സ്റ്റോറി നമ്മൾ വായിച്ചിട്ടുണ്ട്. What similarities or differences do you find between the little boy and the old man? എന്തൊക്കെ സിമിലാരിറ്റീസ്, സാമ്യതകളും വ്യത്യാസങ്ങളുമാണ് ഈ ഓൾഡ് മാനും അതേപോലെ ലിറ്റിൽ ബോയും തമ്മിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഹിയർ ഈസ് എ പോം വിച്ച് ഓപ്പൺസ് എ വേ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന പോം അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. അതായത് ഓൾഡ് മാനും ലിറ്റിൽ ബോയും ആയിട്ടുള്ള ഒരു ഡിഫറൻസസും അതുപോലെ സിമിലാരിറ്റീസും ഒക്കെ എന്താണ് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു പോമാണ് ഇവിടെ കൊടുക്കുന്നത് എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയത്തിലേക്ക് പോവാം. അപ്പോൾ ടൈറ്റിൽ എന്താണ്? ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ. ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആൺകുട്ടി അല്ലേ. ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ പ്രായമായ ഒരാൾ. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം അല്ലേ. ഒരു ലിറ്റിൽ ബോയ് ഉണ്ട്, ഒരു ഓൾഡ് മാനും ഉണ്ട്. ഒരു ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. Said the little boy, sometimes I drop my spoon. Said the little old man, I do that too. അപ്പോൾ എന്താ പറയുന്നത്? ലിറ്റിൽ ബോയ് പറയാണ്. Said the ലിറ്റിൽ ബോയ് പറയാണ്. എന്താ പറയുന്നത്? സംടൈംസ്, ചില സമയങ്ങളിൽ, ഐ ഡ്രോപ്പ് മൈ സ്പൂൺ, ഞാൻ എൻ്റെ സ്പൂൺ താഴെ ഇടാറുണ്ട്. ചില കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ താഴെ ഇടും അല്ലേ. ഒരു ചിലപ്പം എന്താണ് മനഃപൂർവ്വം ഇടുന്നതാവാം, ചിലപ്പം കയ്യിൽ നിന്ന് വീണ് പോകുന്നതാവാം അല്ലേ. അപ്പോൾ അങ്ങനെ കുട്ടി പറഞ്ഞു. അപ്പം ഓൾഡ് മാൻ എന്താ പറഞ്ഞത്? സെറ്റ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. ഇവിടെ ലിറ്റിൽ ഓൾഡ് മാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരുപക്ഷെ ആ ഒരു ഓൾഡ് മാൻ എന്താണ് ഒരുപാട് വലിപ്പമുള്ള ഒരു ആളൊന്നും ആയിരിക്കില്ല, ഒരു മീഡിയം, ഒരു ചെറിയ മനുഷ്യനായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, പ്രായമാകുമ്പോൾ ആളുകൾക്ക് എന്താണ് ചെറിയ മക്കളുടെ സ്വഭാവം വരും എന്നുള്ളത്, ചെറിയ കുട്ടികളുടെ സ്വഭാവം കാണിച്ചു തുടങ്ങുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒരു പക്ഷേ ആ ഒരു മീനിങ്ങും ആവാം ഇവിടെ കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്? ലിറ്റിൽ ഓൾഡ് മാൻ, ഐ ഡു ദാറ്റ് ടു, ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് എന്ന്, സ്പൂണ് നിലത്തിടാറുണ്ട് എന്ന്. ഒരു പക്ഷേ പ്രായാധിക്യം കൊണ്ട് ഈ കയ്യിൽ സ്പൂണ് നല്ലപോലെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് താഴെ വീണു പോകുന്നതും ആവാം അല്ലേ, പ്രായത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്. അങ്ങനെയും വരാം. അങ്ങനെയും എന്തായാലും ഇവർ രണ്ടുപേരും സെയിം കാര്യം ചെയ്യുന്നുണ്ടെന്ന് പരസ്പരം പറയുകയാണ് കേട്ടോ. ദ ലിറ്റിൽ ബോയ് വിസ്പേർഡ്, ഐ വെറ്റ് മൈ പാൻസ്. ഐ ഡു ദാറ്റ് ടു, ലാഫ്ഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. അപ്പോൾ എന്താ പറയുന്നത്? ദ ലിറ്റിൽ ബോയ് വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിച്ചു, അതായത് പതിയെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ വെറ്റ് മൈ പാൻസ്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയുക അല്ലേ. അപ്പോൾ ഐ വെറ്റ് മൈ പാൻസ് എന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ പാൻസ് നനയ്ക്കാറുണ്ട് എന്ന് പറയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പാൻസിൽ മൂത്രം ഒഴിക്കാറുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കൊച്ചു കുട്ടികൾ അങ്ങനെയല്ലേ, അവരിപ്പം കറക്റ്റായിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി ആ ഒരു റൊട്ടീനൊക്കെ പഠിക്കണം അല്ലേ. അതിന് മുൻപ് എന്ത് ചെയ്യുന്നുണ്ടാവും? പാൻസിലൊക്കെ മൂത്രമൊഴിച്ച് വെക്കുന്നുണ്ടാവും. അതാണ് പറയുന്നത്. പിന്നെ എന്താണ്? ഐ ഡു ദാറ്റ് ടു, ലാഫ്ഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. അപ്പോൾ ലിറ്റിൽ ഓൾഡ് മാനും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഐ ഡു ദാറ്റ് ടു, ഞാൻ അതും ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ്, പാൻസിൽ അല്ലെങ്കിൽ എന്താണ് ഡ്രസ്സിൽ ഞാനും മൂത്രമൊഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൂത്രമൊഴിക്കാറുണ്ട് എന്ന് പറയാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബെഡിലും അതേപോലെ അവരുടെ ഡ്രസ്സിലൊക്കെ മൂത്രമൊഴിച്ച് വെക്കുന്നത്? അവർക്ക് അറിയില്ല കറക്റ്റായിട്ട് ടോയ്ലറ്റിൽ പോയിട്ടാണ് മൂത്രമൊഴിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ എന്താണ് ശീലിച്ച് വരുന്നതാണ് അല്ലേ. ശീലിച്ച് പഠിച്ച് പിന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്രായം എത്തുന്ന സമയത്താണ് നമ്മൾ ബെഡിലൊന്നും ഒഴിക്കാതെ കറക്റ്റായിട്ട് നമ്മൾ എന്താണ് ബാത്റൂമിൽ പോയി പഠിച്ചു തുടങ്ങുക അല്ലേ. പക്ഷേ ഈ ഒരു ഓൾഡ് മാൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പലരെയും എന്താണ് കിടന്നോടത്ത് തന്നെ ഇങ്ങനെ മൂത്രമൊഴിച്ച് പോകുന്ന അവസ്ഥയൊക്കെ. അത് ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ട് അവർക്ക് മറവി രോഗം വന്നിട്ടോ അല്ലെങ്കിൽ എന്താണ് എഴുന്നേറ്റ് പോകാൻ പറ്റാതെ ബെഡ് റിഡൻ ആയിട്ട്, അതായത് കിടക്കയിൽ തന്നെ കിടന്നു പോയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അസുഖം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഇതുകൊണ്ടോ ഒക്കെ കിടന്നു പോയ ആളുകളുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ ഡ്രസ്സിൽ തന്നെ മൂത്രമൊഴിച്ച് പോകുന്ന അവസ്ഥയൊക്കെ വരും അല്ലേ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. രണ്ടും ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് പറയുന്നത്. കുഞ്ഞു കുട്ടിയും ചെയ്യുന്നുണ്ട്, ഓൾഡ് മാനും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ സിമിലാരിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. Said the little boy, I often cry. അപ്പോൾ ലിറ്റിൽ ബോയ് വീണ്ടും പറയാണ്, ഐ ഓഫൻ ക്രൈ, ഞാൻ പലപ്പോഴും കരയാറുണ്ട്. ദ ഓൾഡ് മാൻ നോഡഡ്,
സോ ഡു ഐ. നോഡഡ് എന്ന് പറഞ്ഞാൽ തല കുലുക്കുന്നതിനെയാണ്, സമ്മതത്തോടു കൂടി ഇങ്ങനെ തല കുലുക്കില്ലേ, ഞാനും ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ അതിനാണ് നമ്മൾ നോഡഡ് എന്ന് പറയുക. അപ്പോൾ ഓൾഡ് മാൻ എന്ത് ചെയ്തു, ഇങ്ങനെ തല കുലുക്കി. സോ ഡു ഐ എന്ന് പറഞ്ഞാൽ ഞാനും എന്നുള്ള മീനിങ് ആണ് കേട്ടോ വരുന്നത്. ബട്ട് വേഴ്സ്റ്റ് ഓഫ് ഓൾ സെഡ് ദ ലിറ്റിൽ ബോയ്, ഇറ്റ് സീംസ് ഗ്രോൺ അപ്പ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. അപ്പോൾ എന്താ പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇറ്റ് സീംസ് ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. ഗ്രോൺ അപ്സ് അതായത് മുതിർന്ന ആളുകളിൽ എന്നെ ശ്രദ്ധിക്കാറില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അറ്റൻഷൻ കൊടുക്കാറില്ല. അതായത് കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന സമയത്ത് അത് സീരിയസ് ആയിട്ട് മുതിർന്നവർ കാണാറില്ല അല്ലേ, അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കാറില്ല. അതാണ് ഈ കുട്ടി പറയുന്നത്. പ്രായമായവർ അല്ലെങ്കിൽ മുതിർന്നവർ കാര്യമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് അറ്റൻഷൻ തരുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് കേൾക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത് കേട്ടോ. ആൻഡ് ഹി ഫെൽറ്റ് ദ വാംത്ത് ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്. അപ്പം പിന്നെ ഈ കുട്ടി എന്താ പറയുന്നത്, ആൻഡ് ഐ ഫെൽറ്റ്, അതായത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി, ഞാൻ അനുഭവിച്ചു. എന്താണ്, ദ വാംത്ത് ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്. വാംത്ത് എന്ന് പറഞ്ഞാലൊരു ഇളം ചൂട്. റിങ്കിൾഡ് മീൻസ് ചുളുങ്ങിയ, പ്രായമായ ആൾക്കാരുടെ കൈയൊക്കെ കണ്ടിട്ടില്ലേ, തൊലിയൊക്കെ ചുളുങ്ങിയിട്ടുണ്ടാവും. അപ്പം ഈ ചുളുങ്ങിയ ഹാൻഡ് അല്ലേ, കൈയുടെ ചൂട്, ഒരു ഇളം ചൂട് എനിക്ക് അനുഭവിക്കാൻ പറ്റി. അതായത് ആ ഒരു വൃദ്ധൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുട്ടീനെ ടച്ച് ചെയ്തിട്ടുണ്ടാവും, പിടിച്ചിട്ടുണ്ടാവും അല്ലേ. ഐ നോ വാട്ട് യു മീൻ സെഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. അപ്പം ഓൾഡ് മാൻ എന്താ പറയുന്നത്, ഐ നോ വാട്ട് യു മീൻ, നീ എന്താണ് മീൻ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സെഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. ലിറ്റിൽ ഓൾഡ് മാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്, സെയിം കാര്യം തന്നെ ഈ ലിറ്റിൽ ഓൾഡ് മാനും ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്താണ്, ഈ ഒരു ലിറ്റിൽ ബോയ്ക്ക് ഫീൽ ചെയ്യുന്ന അതേപോലെ തന്നെ ഈ ഒരു ഓൾഡ് മാനും ഫീൽ ചെയ്തിട്ടുണ്ട്. ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹത്തിന് അറ്റൻഷൻ കൊടുക്കുന്നില്ല. ഓൾഡ് മാൻ അതായത് പ്രായമായ ആളുകൾക്ക്, യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചൊരു മുതിർന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല, വയസ്സായ ആളുകൾക്ക് അറ്റൻഷൻ കൊടുക്കുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങളൊന്നും സീരിയസ് ആയി കേട്ടിരിക്കാനോ ഒന്നും അവർക്ക് സമയമില്ല, അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതൊരു ശരിയായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. കാരണം ചെറിയ കുട്ടികളായാലും പ്രായമായിട്ടുള്ളവരെ ആയാലും നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ടതാണ് അല്ലേ. അതായത് കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും പാരൻസ് വേണം ചെയ്തു കൊടുക്കാനായിട്ട് അല്ലേ. അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ളൊരു പ്രാപ്തി എത്തിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് എല്ലാം പാരൻസ് വേണം ചെയ്തു കൊടുക്കാൻ. അതേപോലെ തന്നെയാണ് പ്രായമായവരും. അവർക്ക് അവർക്കും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ശേഷിയൊക്കെ ആ ഒരു പ്രായാധിക്യം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആരാണ് എല്ലാം ചെയ്തു കൊടുക്കേണ്ടത്, മക്കൾ ചെയ്തു കൊടുക്കണം അല്ലേ എല്ലാം. നമ്മളെ ഇത്രയും കാലം നോക്കി വളർത്തി വലുതാക്കിയ പാരൻസ് പ്രായമാവുമ്പം മക്കളെ നോക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അപ്പം നമ്മളത് ചെയ്യണം അല്ലേ. അപ്പം അവർക്ക് അറ്റൻഷൻ കൊടുക്കാതിരിക്കുകയല്ല വേണ്ടത്, മാക്സിമം അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യായുസിൻ്റെ 2 അഗ്രങ്ങളാണ്. അതായത് നമ്മളിപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുക എവിടെയാണ്, കുട്ടിക്കാലത്തിലാണ് അല്ലേ. അതേപോലെ അവസാനിക്കുക എവിടെയാണ്, വാർദ്ധക്യത്തിലാണ്. അപ്പോൾ ഒരു മനുഷ്യായുസിൻ്റെ 2 അറ്റങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ആ 2 അറ്റങ്ങളുടെയും സിമിലാരിറ്റീസ്, അതായത് ഇപ്പം ഇവിടെ നമ്മൾ പോയത്തിൽ കണ്ട പോലെ ഓൾഡ് മാനും അതേപോലെ ഒരു ലിറ്റിൽ ബോയും ആണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ ലൈഫിലുള്ള സിമിലാരിറ്റീസാണ് നമ്മൾ ഇതിലുടനീളം കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മളോട് ഈ ഒരു പോം പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ ഓഥർ എന്ന് പരിചയപ്പെടാം. ഷെൽഡൻ അലൻ. ഷെൽ സിൽവർസ്റ്റെയിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1913 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1999 മരിച്ചത്. അപ്പോൾ ഹി വാസ് ആൻ അമേരിക്കൻ പോയറ്റ്, ഒരു അമേരിക്കൻ പോയറ്റാണ്, സിംഗറാണ്, കാർട്ടൂണിസ്റ്റാണ്, സ്ക്രീൻ റൈറ്ററാണ്, അതായത് തിരക്കഥാകൃത്ത്. ആൻഡ് ഓഥർ ഓഫ് ചിൽഡ്രൻസ് ബുക്സ്, അതായത് കുട്ടികളുടെ ബുക്കുകൾ എഴുതുന്ന ആളും കൂടിയാണ്. ഹീ ഈസ് ഫേമസ് ഫോർ ഹിസ് പോംസ് ആൻഡ് തിയേറ്റർ പ്രാക്ടീസസ്. അപ്പം അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പോംസ് അതുപോലെ തിയേറ്റർ പ്രാക്ടീസസിലൂടെയൊക്കെയാണ്, നാടകങ്ങൾ. ഓക്കെ. ഹിസ് എ ബോയ് നെയ്മഡ് സ്യൂ വോൺ ദ 1917 ഗ്രാമി അവാർഡ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് എ ബോയ് നെയ്മഡ് സ്യൂ എന്ന് പറയുന്നത്. അതിന് 1970 ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്.
The Little Boy and the Old Man is taken from the book Words Alive, which includes a number of poems. അപ്പം നമ്മളിപ്പോൾ പഠിച്ച The Little Boy and the Old Man എന്ന് പറയുന്ന പോം എടുത്തിട്ടുള്ളത് വേർഡ്സ് അലൈവ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്നാണ്, വിച്ച് ഇൻക്ലൂഡ്സ് എ നമ്പർ ഓഫ് പോംസ്. ആ ബുക്കിൽ എന്താണ് ഒരുപാട് പോംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.